വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് വിട. അന്ത്യം 92-ാം വയസ്സിൽ വിടവാങ്ങിയത് ലോക സംഗീതത്തിലെ വിസ്മയം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജ് നേരിട്ടത് അതിക്രൂരമായ അധിക്ഷേപം. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമെന്ന നിതിന്റെ ശബ്ദരേഖ പുറത്തു. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമുണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ. സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്നു ഇല്ല, സംഗീതം നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷമ്മ പറഞ്ഞു, ഇതിൻ കൂളെന്ന് പറഞ്ഞു. തെരുവ് പട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന് നിതിന്റെ സഹോദരി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം. നിതിന്റെ സംസ്കാരം അല്പസമയത്തിനകം. ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ പരാജയം. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി. ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്ന് JD വാൻസ്. ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയെന്ന് വിശദീകരണം. അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് ഇറാൻ. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് പാകിസ്ഥാൻ. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് CPM-ന്റെ വിലയിരുത്തൽ. കോഴിക്കോട് 3 സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കും. മലപ്പുറത്ത് പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയും തവനൂരും. പാലായിൽ ജോസ് കെ മാണി ജയിക്കുമെന്നും വിലയിരുത്തൽ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. തുടർ ഭരണം ഉറപ്പെന്ന് മുഹമ്മദ് റിയാസ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിലക്കിട്ട് ഹൈക്കമാൻഡ്. ഇപ്പോഴത്തെ ചർച്ചകൾ അനവസരത്തിലുള്ളത്. പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പവും അവമതിപ്പും ഉണ്ടാക്കുമെന്ന് നേതൃത്വം. എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന മുഹമ്മദ് ഷിയാസിന്റെ നിലപാട് തള്ളി കെ ബാബു. കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് ഫ്രോഡുകൾ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. വോട്ടെണ്ണലിന് ശേഷം എല്ലാം തുറന്നു പറയും. തനിക്കും VM സുധീരനും നിരവധി രഹസ്യങ്ങൾ അറിയാമെന്ന് ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. $3 ലക്ഷം തട്ടിയെടുത്തെന്ന കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് കൊച്ചി മേയർ VK മിനിമോൾ. ആരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് മേയർ ന്യൂസ് 18നോട്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനൊക്കെ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. 2-3 പ്രാവശ്യം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നേരിടാനും തയ്യാറാണ്. കൊച്ചി മെട്രോയ്ക്ക് അപകട ഭീഷണി. എളംകുളം മെട്രോ സ്റ്റേഷനിലെ തൂണുകളിലെയും ബീമുകളിലെയും കോൺക്രീറ്റ് ഇളകിയ നിലയിൽ. കോൺക്രീറ്റ് പാളികൾ വീഴാതിരിക്കാൻ കെട്ടിവെച്ചിരിക്കുന്നത് ചാക്കും വലയും കയറും കൊണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ഹണി M വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ. മറ്റ് 4 ജില്ലാ ജഡ്ജിമാരെ കൂടി ഹൈക്കോടതി ജഡ്ജിയാക്കണമെന്നും കൊളീജിയം. എറണാകുളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ സഹോദരന്മാർ പിടിയിൽ. പോലീസ് വാഹനം നശിപ്പിച്ചതിന് പ്രതികൾക്കെതിരെ PDPP ആക്ട് ചുമത്തി. പ്രതി ജിൻഡോ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാൾ. പോലീസിനെ ആക്രമിച്ചത് നോർത്ത് പാലത്തിൽ സംശയാസ്പദമായി കണ്ടത് ചോദ്യം ചെയ്തപ്പോൾ. ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷുമായി പോലീസ് കേരളത്തിലേക്ക്. പ്രതിയെ പിടികൂടിയത് മുംബൈയിൽ നിന്ന്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഡിസംബറിൽ.